നമസ്കാരം, നിഖിലാണ്. നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ അട്ടിമറികളുടെ ദിവസമായിരുന്നു. ഇന്നലെ ജർമ്മനിയെ അട്ടിമറിച്ചുകൊണ്ടൊരു വിജയം സ്വന്തമാക്കുന്നു. ഒരു അട്ടിമറി തോൽവി ജർമ്മനിക്ക് സംഭവിക്കുന്നു. നെതർലൻഡ്സ് പുറത്താവുന്ന കാഴ്ച, ഒരു അട്ടിമറിയിൽ നിന്ന് ഒരു കടുകുമണി വ്യത്യാസത്തിൽ ബ്രസീൽ രക്ഷപ്പെടുന്ന കാഴ്ച, അതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വേൾഡ് കപ്പ് അപ്ഡേറ്റ് ചർച്ച ചെയ്യുന്നത് അതൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബ്രസീലിൻ്റെ മത്സരത്തിലേക്കാണ് പോകേണ്ടത്, അല്ലേ? റൗണ്ട് ഓഫ് 32 തുടങ്ങി. അപ്പോൾ ഇനി പ്രീ ക്വാർട്ടറിലേക്ക് ആരൊക്കെ പോകും എന്നുള്ള മത്സരങ്ങളൊക്കെ ഇന്നലെ തുടങ്ങി. അതൊക്കെ ഇങ്ങനെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ ദിവസത്തിൽ തന്നെ ത്രില്ലർ പോരാട്ടങ്ങൾ നടക്കുന്ന കാഴ്ച എന്തായാലും കാണാൻ സാധിച്ചു. ആദ്യ ദിവസം തന്നെ ബ്രസീൽ ജപ്പാൻ പോരാട്ടം, അത് വളരെ മനോഹരമായൊരു മത്സരം തന്നെയായിരുന്നു. ഇഞ്ചുറി ടൈം വരെ നീണ്ടൊരു മത്സരം. ഇഞ്ചുറി ടൈമിൽ നേടിയൊരു ഗോളിൻ്റെ ബലത്തിൽ മാത്രം ബ്രസീൽ അടുത്ത റൗണ്ട് ഓഫ് 32 നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് അവസാന 16 കടക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ആദ്യ പകുതിയിൽ ബ്രസീൽ പിന്നിലായിരുന്നു 1-0. അതായത് 29-ാം മിനിറ്റിൽ കൈഷു സാനൊരു ഗോളിലൂടെ ജപ്പാൻ മുന്നിലെത്തുന്നൊരു കാഴ്ച എന്തായാലും കാണാൻ സാധിച്ചു. അങ്ങനെ ആദ്യ പകുതിയിൽ പന്ത് കൂടുതൽ സമയം കൈവശം വെച്ചത് ബ്രസീലായിരുന്നെങ്കിലും പക്ഷേ ഗോളടിച്ചത് ജപ്പാനായിരുന്നു. ആദ്യ പകുതി പൂർണ്ണമായി അങ്ങനെ ജപ്പാൻ ഒരു ആധിപത്യം പുലർത്തി നിൽക്കുന്നു. രണ്ടാം പകുതിയിലേക്ക് പോകുന്നു. രണ്ടാം പകുതിയിൽ കുറച്ചുകൂടി ശക്തമായി ഇറങ്ങുന്ന, അതായത് വിജയിച്ചേ മതിയാകൂ എന്ന് ഉറപ്പിച്ച് ഇറങ്ങുന്ന ബ്രസീലിനെയാണ് കാണാൻ സാധിച്ചത്. അങ്ങനെ രണ്ടാം പകുതി തുടങ്ങി 55-ാം മിനിറ്റിൽ കാസിമറോയുടെ ഒരു ഹെഡർ ഗോൾ വീഴുന്നു. ഗബ്രിയൽ മഗലാഷ്യസിൻ്റെ ഒരു ക്രോസ് മനോഹരമായി തന്നെ ഹെഡ് ചെയ്തുകൊണ്ട് ഹെഡറിലൂടെ കാസിമറോ ഒരു സമനില ഗോൾ നേടുന്നു. അങ്ങനെ സമനില ഗോൾ അതൊരു വാർ പരിശോധനയ്ക്ക് ശേഷമാണ് അത് ഗോളായിട്ട് വിളിച്ചത്. പക്ഷേ അങ്ങനെ 55-ാം മിനിറ്റ് മുതൽ മത്സരം സമനിലയിലേക്ക് പോകുന്നു എന്നൊരു രീതിയിലാണ് തോന്നലുണ്ടായിരുന്നത്. മത്സരത്തിലുടനീളം പിന്നീട് അങ്ങോട്ട് ഇരു ടീമുകളിലും ഭാഗത്തു നിന്നും അറ്റാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഫിനിഷ് ചെയ്യാൻ ഇരു ടീമിനും സാധിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ മത്സരം ഈ 90 മിനിറ്റ് പിന്നിടുന്നു. 6 മിനിറ്റ് അധികമായി നൽകുന്നു. 6 മിനിറ്റിൽ 5 മിനിറ്റ് വരെ മത്സരം സമനിലയാണ് എന്ന് ഉറപ്പിച്ച് കൺഫേം ചെയ്തു. കാരണം ഇനി ഒരു മിനിറ്റ് കൂടി മാത്രമേ ഉള്ളൂ, അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല എന്ന് വിധി എഴുതിയെടുത്തു നിന്നാണ് 96-ാം മിനിറ്റിൽ ഗബ്രിയൽ മാർട്ടിനെല്ലി ബ്രസീലിൻ്റെ രക്ഷകനായി അവതരിക്കുകയാണ്. ഈ സെക്കൻഡ് ഹാഫിൽ പകരക്കാരനായി ഇറങ്ങിയ മാർട്ടിനെല്ലി വിജയ ഗോൾ നേടിക്കൊണ്ട് ഒരു വിജയ ഗോൾ നേടിക്കൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നു അടുത്ത ഘട്ടത്തിലേക്ക്. കാരണം പിന്നീട് ഇങ്ങോട്ട് മത്സരം അവസാനിക്കാൻ പോകുന്നു. 1-2 മിനിറ്റ് കൂടി അധികമായി ലഭിച്ചേക്കാം. പക്ഷേ അപ്പോഴും ജപ്പാൻ ഒരു ലീഡ് നേടാൻ ഒന്നും സാധിക്കില്ല എന്നുറപ്പിച്ച ആ സമയത്ത് തന്നെ ഒരു ഗോൾ 96-ാം മിനിറ്റിൽ മാർട്ടിനെല്ലിയുടെ കാലിൽ നിന്ന് വീഴുന്നു. മനോഹരമായൊരു ഗോള്. അങ്ങനെ 2-1 ഒരു ആധികാരികമായ വിജയം തന്നെ സ്വന്തമാക്കിക്കൊണ്ട് ബ്രസീൽ 16 പോകുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിച്ചു. മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്. അത് ജപ്പാൻ്റെ ഗോൾ കീപ്പർ സിയോൺ സുസുക്കിയുടേതാണ്. കാരണം ഒരുപടി മികച്ച സേവുകളൊക്കെ നടത്തിയ ഒരു താരം കൂടിയായിരുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ സ്കോർ നേരത്തെ ഗോൾ പലതും വീഴുമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് സിയോൺ സുസുക്കി ഒരുപിടി സേവുകളൊക്കെ നടത്തി അവസാന മിനിറ്റ് വരെ ടീമിനെ ഒരു വിജയ പ്രതീക്ഷ നൽകിയത്. അങ്ങനെയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 3 ഗോളുകൾ വീണു. ആദ്യ ഗോൾ 29-ാം മിനിറ്റിൽ കൈഷു സാനോയുടെ വക ജപ്പാൻ അനുകൂലമായി ഗോൾ വീഴുന്നു. 55-ാം മിനിറ്റിൽ കാസിമറോയും 96-ാം മിനിറ്റിൽ ഗബ്രിയൽ മാർട്ടിനെല്ലിയുമാണ് എന്തായാലും ബ്രസീലിന് വേണ്ടി ജപ്പാന് വേണ്ടി ഗോൾ നേടിയത്. അപ്പോൾ ഇതാണ് ഇന്നലെ നടന്ന ആദ്യ മത്സരം. അതായത് ജപ്പാൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ പിഴവ്, തങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന പിഴവ് പോലും വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ഉള്ളൊരു ഉത്തമ ഉദാഹരണം കൂടിയാണ് എന്തായാലും ഈ ഒരു മത്സരം, ആ മത്സരത്തിൻ്റെ ഫലം എന്തായാലും നൽകുന്നത്. അപ്പോൾ അതാണ് ഇന്നലത്തെ ആദ്യത്തെ മത്സരം, ബ്രസീലും ജപ്പാനും തമ്മിലുള്ള ഒരു പോരാട്ടം. അപ്പോൾ അതിൽ നിന്ന് ഇന്നലത്തെ കഷ്ടിച്ച് രക്ഷപ്പെട്ട ബ്രസീലിൽ നിന്ന് ഇന്നലത്തെ രണ്ടാം മത്സരത്തിലേക്ക് പോകുന്നു. രണ്ടാം മത്സരത്തിലേക്ക് പോകുമ്പോൾ അവിടെയും ഇന്നലെ വലിയ രീതിയിലുള്ള മികച്ച പ്രകടനങ്ങളൊക്കെ നടക്കുന്ന ഒരു കാഴ്ച എന്തായാലും കാണാൻ സാധിച്ചു. രണ്ടാമത്തെ മത്സരം നടന്നത് ജർമ്മനിയും പരഗ്വേയും തമ്മിലായിരുന്നു. അതും ഇതേ രീതിയിൽ തന്നെ മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ പന്ത് കൂടുതൽ സമയം കൈവശം വെച്ചിരുന്നത് ജർമ്മനി ആയിരുന്നെങ്കിൽ പോലും ആദ്യ പകുതിയിൽ ഗോൾ നേടിയത് പരഗ്വേ ആയിരുന്നു. 42-ാം മിനിറ്റിൽ ജൂലിയോ എൻസീസോയുടെ വക പരഗ്വേ ഗോൾ നേടുന്നു. അങ്ങനെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 1-0 പരഗ്വേ മുന്നിലായിരുന്നു. എന്നാൽ മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഈ പറഞ്ഞതുപോലെ കുറച്ചുകൂടി ശക്തമായിട്ട് പരഗ്വേക്കെതിരെ ജർമ്മനി ഇറങ്ങുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. മത്സരത്തിൻ്റെ 55-ാം മിനിറ്റിൽ കൈ ഹാവേർട്സിൻ്റെ വക ജർമ്മനിക്ക് ഒരു അനുകൂലമായി ഗോൾ വീഴുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ മത്സരത്തിൻ്റെ ഒരു രീതി തന്നെയാണ് പിന്നെയും പ്രതീക്ഷിച്ചത്. കാരണം ആദ്യ മത്സരത്തിൽ ആദ്യ പകുതിയിൽ ബ്രസീൽ പിന്നിട്ടതിന് ശേഷം 55-ാം മിനിറ്റിൽ ഗോൾ നേടുന്നു, അവസാന മിനിറ്റിൽ ഗോൾ നേടുന്നു, അങ്ങനെ ബ്രസീൽ വിജയിക്കുന്നു. അതേ രീതിയിൽ തന്നെ ഈ മത്സരം പോകാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലൊക്കെ സംസാരങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട്
ജർമ്മനിയെ കൃത്യമായി പിടിച്ച് കിട്ടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അത് പിടിച്ച് കെട്ടിക്കൊണ്ടൊരു പ്രകടനം തന്നെ പരഗ്വേയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ജർമ്മനിക്ക് കിട്ടുന്ന അവസരങ്ങളൊന്നും കൃത്യമായി മുതലാക്കാൻ സാധിക്കാതെ വരുന്ന ഒരു സാധ്യത എന്തായാലും ഉണ്ടാകുന്നു. അങ്ങനെ ഇപ്പം മുസിയാല അടക്കമുള്ള താരങ്ങൾ അവസാന മിനിറ്റിലേക്ക് രണ്ടാം പകുതിയിലാണ് കളത്തിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ അദ്ദേഹത്തിന് പോലും കാര്യമായൊന്നും സംഭാവന നൽകാൻ കഴിഞ്ഞില്ല. നിരവധി അവസരങ്ങൾ ജർമ്മനിക്കുണ്ടായിരുന്നു, പക്ഷേ ഒന്നും കൊണ്ട് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല. അത്രയ്ക്കും മികച്ച പ്രകടനം പരഗ്വേയുടെ ഗോൾ കീപ്പറുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഗില്ലിൻ്റെ ഭാഗത്തുനിന്ന് അത്രയ്ക്കും മനോഹരമായ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ മത്സരം 90 മിനിറ്റും പിന്നിട്ട് ഇഞ്ചുറി ടൈമും കഴിഞ്ഞ് അധിക സമയത്തിലേക്ക് പോകുന്നു. അങ്ങനെ 120 മിനിറ്റും കഴിഞ്ഞപ്പോഴും വീണ്ടും ഗോളുകളൊന്നും പിറക്കുന്നില്ല. അങ്ങനെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് മത്സരം പോകുന്നു. അപ്പോഴാണ് ഒരു 4-3 ഒരു വിജയം എന്തായാലും ഈ പരഗ്വേ സ്വന്തമാക്കുന്നത്. 5-5 3-3 എന്നുള്ളതായിരുന്നു സ്കോർ ഉണ്ടായിരുന്നത്. 3 ഗോൾ പരഗ്വേയുടെ ഭാഗത്തും 3 ജർമ്മനിക്കും. അങ്ങനെ 3-3 ആയിരുന്നു. പിന്നീട് 6ാമത്തെ ഗോളിലേക്ക് വന്നപ്പോഴാണ് അതിൽ പരഗ്വേ ഗോൾ നേടുന്നു. ഗോൾ നേടാൻ ജർമ്മനിക്കായില്ല. അങ്ങനെ 4-3 ഒരു വിജയം എന്തായാലും ജർമ്മനിക്കെതിരെ പരാഗ്വേ സ്വന്തമാക്കുന്നു. പരാഗ്വേയിലേക്ക് വന്നതിലൊരു ഡിഫൻസീവ് അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു. കോമ്പാക്റ്റഡ് ഡിഫെൻഡിങ് ആയിരുന്നു. ഇപ്പോൾ ഒരു സെറ്റ് പീസിൽ ത്രെട്ട് ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഗോൾ കീപ്പർ ഒർലാൻഡോ ഗില്ലിൻ്റെ മികച്ച പ്രകടനം അതും അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് അവർ അങ്ങനെ പരാഗ്വേ ജർമ്മനിയെ തകർത്തുകൊണ്ട് വേൾഡ് കപ്പിൻ്റെ അവസാന 16ലേക്ക് നീങ്ങുന്നു. ജർമ്മനി വീണ്ടും ഒരു ലോകകപ്പിൽ കൂടി പ്രീ ക്വാർട്ടർ കാണാതെ പുറത്താകുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലാണ് പുറത്തായെങ്കിൽ ഇത്തവണ അവിടെ നിന്ന് ഒരു പടി കൂടി കടന്ന് റൗണ്ട് ഓഫ് 32-ൽ അവിടെ നിന്ന് പുറത്താകുന്ന ഒരു കാഴ്ച എന്തായാലും കാണാൻ സാധിച്ചിട്ടുണ്ട്. മുൻ ചാമ്പ്യന്മാർ അവർ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്താകുന്ന ഒരു കാഴ്ച എന്തായാലും ആരാധകർക്ക് വലിയ ഞെട്ടൽ എന്തായാലും ഉളവാക്കിയൊരു മത്സരമായിരുന്നു അത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇന്നലത്തെ 3ാം മത്സരത്തിലേക്കാണ് പോകുന്നത്. നെതർലൻഡ്സും മൊറോക്കോയും തമ്മിലുള്ളൊരു പോരാട്ടമായിരുന്നു അത്. അതും ഇതുപോലെ നെതർലൻഡ്സ് ഒരു കിരീടം നേടും എന്നൊക്കെ ആരാധകർ പ്രതീക്ഷിച്ചിരുന്ന ടീമാണ് നെതർലൻഡ്സ്. ആ നെതർലൻഡ്സിനെയും മൊറോക്കോ തകർത്തുകൊണ്ട് ഒരു വിജയം മൊറോക്കോ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ സാധിച്ചു. 72ാം മിനിറ്റിൽ കോഡി ഗാക്പോയുടെ വകയായിരുന്നു നെതർലൻഡ്സിന് വേണ്ടിയിട്ട് ആദ്യ ഗോൾ വീണത്. 72ാം മിനിറ്റിൽ ഗാക്പോ ഗോൾ നേടി. എന്നാൽ 90 മിനിറ്റിന് ശേഷം 90 മിനിറ്റ് ആയപ്പോഴേക്കും ഇസ ഡിയോപ്പിന് വക മൊറോക്കോ ഒരു സമനില ഗോൾ നേടുന്നു. അങ്ങനെ മത്സരം സമനിലയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇഞ്ചുറി ടൈമിന് ശേഷം വീണ്ടും എക്സ്ട്രാ ടൈമിലേക്ക് പോയി. അങ്ങനെ 120 മിനിറ്റ് കഴിഞ്ഞപ്പോഴും വീണ്ടും സ്കോറിൽ വ്യത്യാസമൊന്നുമില്ല. 1-1. അതായത് ജർമ്മനിയുടെ മത്സരത്തിൻ്റെ ആ സെയിം തന്നെ 1-1 സ്കോർ നിൽക്കുന്നു. അവിടെ നിന്ന് പിന്നീട് മത്സരം ഷൂട്ടൗട്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഷൂട്ടൗട്ടിൽ 3-2 നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മൊറോക്കോ ഒരു വിജയം നേടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഷൂട്ടൗട്ടിൽ യാസിൻ ബോനുയുടെ നിർണായക സേവുകളത് ഈ മൊറോക്കോയ്ക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്നുള്ളതാണ്. മൊറോക്കോയുടെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഡിഫൻസിൽ അവർ വലിയ രീതിയിലുള്ള മികവ് പുലർത്തി. ഒപ്പം ക്വിക്കായിട്ടുള്ള കൗണ്ടർ അറ്റാക്കുകൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഒപ്പം ഈ ഒരു മെൻ്റൽ സ്ട്രെങ്തും, അതായത് നെതർലൻഡ്സ് പോലുള്ള ടീമിനെ കളിക്കുമ്പോൾ ഒരു മെൻ്റൽ സ്ട്രെങ്ത് കൂടി അവർക്കുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഒരു ലോകകപ്പിൽ കൂടി മൊറോക്കോ തങ്ങളുടെ ആധിപത്യം പുലർത്തുന്നൊരു കാഴ്ച, തങ്ങൾ അട്ടിമറി നടത്തുന്ന ടീമുകളല്ല, അല്ലെങ്കിൽ കറുത്ത കുതിരകളല്ല എന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനം കൂടി മൊറോക്കോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും അതാണ് ഇന്നലെ നടന്ന 3ാമത്തെ മത്സരത്തിൻ്റെ റിസൾട്ട്. അങ്ങനെ ഈ ഒരു 3 മത്സരങ്ങളിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോ വിജയിച്ചു. മൊറോക്കോയും ഒപ്പം പരഗ്വേയും ബ്രസീലും അവസാന 16ലേക്ക് എന്തായാലും അവരുടെ ഒരു ബെർത്ത് എന്തായാലും ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി അവസാന 16ലേക്ക് ബെർത്ത് ഉറപ്പിക്കാൻ ഒരു 6 ടീമുകൾ കൂടി ഇന്ന് ഇറങ്ങുന്നുണ്ട്. അതിലാദ്യത്തെ മത്സരം ഐവറി കോസ്റ്റും നോർവേയും തമ്മിലൊരു പോരാട്ടം നടക്കുന്നുണ്ട്. അതിൽ ഐവറി കോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറസാവോയെ ഒരു ഗോളിന് 2-0 തകർത്തതിൻ്റെ ആത്മവിശ്വാസം അവർക്കുണ്ട്. അപ്പം ജർമ്മനിക്കെതിരെ അവർ തോൽവി വഴങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഐവറി കോസ്റ്റ് ഇന്ന് ഇറങ്ങുന്നുണ്ട്. ആ ഒരു ആത്മവിശ്വാസം കുറസാവോയെ തകർത്തെങ്കിലും ജർമ്മനിക്കെതിരെ അവർ പരാജയപ്പെട്ടിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഇതില്ലാതെ തന്നെ ഒരു വലിയ വിജയം സ്വന്തമാക്കുക എന്നുള്ളതാണ് എന്തായാലും ഐവറി കോസ്റ്റ് ലക്ഷ്യമിടുന്നത്. മറിച്ച് നോർവേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാലൻഡ് അടക്കമുള്ള താരങ്ങളുടെ ഒരു മികച്ച പ്രകടനം, അതിൻ്റെ ആത്മവിശ്വാസം അവർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സെനഗലിനെ 3-2 പരാജയപ്പെടുത്തുന്നു. പക്ഷേ ഫ്രാൻസിനെതിരെ ഒരു തോൽവി വഴങ്ങിയതിന് ശേഷമാണ് എന്തായാലും ഈ ഒരു നോർവേ ഈ റൗണ്ട് ഓഫ് 32ലേക്ക് എത്തുന്നത്. അപ്പം ഈ 2 ടീമിൽ ആര് അവസാന 16ലേക്ക് ഇടം പിടിക്കുമെന്നൊരു വലിയ ചോദ്യമുണ്ട്. ഹാലൻഡിൻ്റെ ഉള്ളതുകൊണ്ട് തന്നെ നോർവേക്ക് ഒരു അഡ്വാൻറ്റേജൊക്കെ പ്രവചിക്കുന്നുണ്ട്. പക്ഷേ
ഐവറി കോസ്റ്റും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാനുള്ളതാണ് സാധ്യത. മറ്റൊരു പ്രകടനമുള്ളത് ഫ്രാൻസും സ്വീഡനും തമ്മിലുള്ളതാണ്. ദശാംശിൻ്റെ ഫ്രാൻസ് ഇന്ന് ഇറങ്ങുന്നുണ്ട്. ഇറാഖിനെയും നോർവേയും ഒക്കെ തകർത്ത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിക്കൊണ്ട്, അതായത് തോൽവി അറിയാതെയാണ് എന്തായാലും ഫ്രാൻസ് എത്തുന്നത്. അതിൻ്റെ ആത്മവിശ്വാസം അവർക്കുണ്ട്. എംബാപ്പയും ഡിംബാലയും അടക്കമുള്ള താരങ്ങൾ മികച്ച ഫോമിലാണ്. അതിൻ്റെ ഒരു കരുത്ത് എന്തായാലും ഫ്രാൻസിനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വീഡനിലേക്ക് വന്നു കഴിഞ്ഞാൽ ജപ്പാനെതിരെ അവർ സമനില പാലിച്ചിരുന്നു. നെതർലൻഡ്സിനെതിരെ വലിയ തോൽവി അവർ വഴങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാരവും പേരെയാണ് സ്വീഡൻ എത്തുന്നെങ്കിൽ പോലും ഫ്രാൻസ് പോലൊരു ടീമിനെ അട്ടിമറിക്കാൻ തങ്ങൾക്കാകും എന്നുറച്ച വിശ്വാസത്തോടു കൂടിയാണ് എന്തായാലും സ്വീഡൻ എത്തുന്നത്. അതാണ് ഇന്നത്തെ രണ്ടാമത്തെ മത്സരം. ഇന്ന് നടക്കുന്ന മൂന്നാമത്തെ മത്സരം മെക്സിക്കോയും ഇക്വഡോറും തമ്മിലാണ്. മെക്സിക്കോ പറഞ്ഞതുപോലെ ചെക്ക് റിപ്പബ്ലിക്കിനെയും സൗത്ത് കൊറിയയും ഒക്കെ പരാജയപ്പെടുത്തിയാണ് അവർ ഈ ഒരു റൗണ്ട് ഓഫ് 32 എത്തുന്നത്. ഇക്വഡോർ ആകട്ടെ ജർമ്മനിയെ 2-1 പരാജയപ്പെടുത്തിയിരുന്നു. കുർസാവയ്ക്കെതിരെ ഒരു സമനിലയാണ് വഴങ്ങിയത്. അങ്ങനെ ജർമ്മനിയെ തകർത്തതിൻ്റെയൊക്കെ ആത്മവിശ്വാസം അവർക്കുണ്ട്. ഇക്വഡോറിനുണ്ട്. അങ്ങനെ മെക്സിക്കോ ഇക്വഡോറും തമ്മിലൊരു വാശിയേറിയ പോരാട്ടം ഉണ്ട്. മെക്സിക്കോയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, ഒരു ഹോം അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം അവിടെയും കൂടിയാണ് ഈ ലോകകപ്പ് നടക്കുന്നത്, മെക്സിക്കോയിലും കൂടിയാണ്. അപ്പോൾ ഈ ലോകകപ്പിൻ്റെ ഭാഗമാകുന്ന അതേ രാജ്യമായ കാനഡ ഓൾറെഡി അവർ അവസാന 16 സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മെക്സിക്കോയോട് കൂടി ഉറപ്പിക്കുകയാണെങ്കിൽ ആരാധകർക്ക് അത് വലിയൊരു സന്തോഷ വാർത്തയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതാണ് ഇന്നിനി നടക്കാൻ പോകുന്ന 3 മത്സരങ്ങളുള്ളത്. മെക്സിക്കോയും ഇക്വഡോറും തമ്മിൽ പോരാട്ടമുണ്ട്. ഫ്രാൻസും സ്വീഡനും തമ്മിൽ മത്സരം നടക്കുന്നു. ഐവറി കോസ്റ്റും നോർവേയും തമ്മിൽ പോരാട്ടം നടക്കുന്നു. ഇതിൽ വലിയ അട്ടിമറികൾ ഒന്നും നടന്നില്ലെങ്കിൽ ഫ്രാൻസ് തന്നെ ഈ ഒരു പ്രധാന മത്സരത്തിൽ, സ്വീഡനെതിരെ മത്സരത്തിൽ ഫ്രാൻസ് വിജയിക്കും. അങ്ങനെ ഫ്രാൻസ് 16 എത്താനുള്ള സാധ്യത, വലിയ അട്ടിമറികൾ നടന്നില്ലെങ്കിൽ. പക്ഷേ നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ല. കാരണം ഇന്നലെ പരാഗ്വേ ജർമ്മനി പോലൊരു ടീമിനെയൊക്കെ പരാജയപ്പെടുത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരു മികച്ച മത്സരം, മികച്ച പ്രകടനമൊക്കെ ആരാധകരൊക്കെ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വേൾഡ് കപ്പ് അപ്ഡേറ്റിലുള്ളത്. ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ, അടുത്ത 2 ദിവസങ്ങളിൽ കൂടി ഈ ഒരു റൗണ്ട് ഓഫ് 32 മത്സരം ഉണ്ടാകുന്നു. നാളെയൊക്കെ ഏകദേശം ഒരു രൂപമാകും. ഈ ഒരു അവസാന 16 പ്രീ ക്വാർട്ടർ മത്സരങ്ങളുടെ ഏകദേശം രൂപമൊക്കെ ഇന്നും നാളെയുമൊക്കെ ആയിട്ട് ഉള്ള മത്സരങ്ങളൊക്കെ ഏകദേശം ധാരണയാകും. അപ്പോൾ ഇതാണ് ഇപ്പോഴുള്ള ഇന്നത്തെ വേൾഡ് കപ്പ് അപ്ഡേറ്റിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിൻ്റെ സമയം അത് ഇവിടെ പൂർണ്ണമാവുകയാണ്. ദിസ് ഈസ് എം നിഖിൽ കുമാർ.